ഞാൻ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 10, 11, 12 വർഷമായി. ഞാൻ മേടിച്ച ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു, ജസ്റ്റ് 1 മിനിറ്റ്, ഈ സാംസങ് ഗാലക്സി S2. നമ്മൾ ഫോൺസ് അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷമായി. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു കൊക്ക കോള എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബ്രാൻഡഡ് ഫോൺ അൺബോക്സ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന്. പക്ഷേ ആ ഭാഗ്യം ഇന്ന് വന്നിരിക്കുകയാണ്. സോ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 10 Pro 5G കൊക്ക കോള എഡിഷൻ എന്ന ഫോണാണ്. ഞാൻ ഈ ഒരു ഫോണിനെ കുറിച്ച് ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ക്രിഞ്ചി ഒരു സാധനമായിരിക്കും. അതായത് ഇതെങ്ങനെ ഇവർ ചെയ്യും, കൊക്ക കോളയും ഫോണും കൂടെ ഭയങ്കര ഒരു ബോറായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ആ റിയൽമിയുടെ ഡെയർ ടു ലീപ്പ് ഓർമ്മ ഉണ്ടല്ലോ, അതെനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു സാധനം. അതിനേക്കാളും മച്ച് ബെറ്റർ ആണ്. ഓക്കെ, സോ അത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ. പിന്നെ ഡിഫറെൻ്റ് ആണ് ലുക്ക്. അത് ഡിഫറെൻ്റ് ആയിരിക്കണം, അതുകൊണ്ടല്ലേ സ്പെഷ്യൽ എഡിഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഓപ്പോ Reno 8 Pro ഓർമ്മ കേട്ടോ. കൂടെ കിട്ടിയിരുന്ന സാധനമൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഫോൺ ഒരു സാധാ ഫോണായിരുന്നു, ബ്ലാക്ക് ലുക്കിലുള്ള ഓപ്പോ Reno 8 Pro. അത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി സ്പെഷ്യൽ എഡിഷൻ. എനിവേ അൺബോക്സിങ്ങും ഫീച്ചേഴ്സൊക്കെ നോക്കാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് സ്പെഷ്യൽ എഡിഷൻ ഫോണിൻ്റെ സ്പെഷ്യൽ എഡിഷൻ പാക്കേജിങ്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൊക്ക കോളയുടെ ആ ഒരു ബ്ലാക്കും റെഡും അതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. ലെറ്റ്സ് ഓപ്പൺ. ബോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ്, ഇത് പറിച്ചെടുക്കണമെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ. ഉള്ളിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ, തൽക്കാലം മാറ്റി വെക്കാം. ട്രാൻസ്പെറൻറ്റ് TPU കേസ്, പിന്നെ ഒരു സ്പെഷ്യൽ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ 3931 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കാർഡാണ്. കോക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ഷേപ്പിലുള്ള സിം ടൂൾ, ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ടച്ച്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു ചാർജറും സ്പെഷ്യൽ ആക്കാമായിരുന്നു. ആക്ച്വലി ഞാൻ പല കമ്പനികളുടെ ഇത് കണ്ടിട്ടുണ്ട്, സ്പെഷ്യൽ എഡിഷൻ ഫോണും കവറും സ്റ്റിക്കേഴ്സൊക്കെ കാണും, പക്ഷേ ചാർജർ എപ്പോഴും സെയിം ആയിരിക്കും. എനിവേ നോർമൽ വൈറ്റ് കളർ ചാർജിങ് ബ്ലോക്ക് ആൻഡ് കേബിൾ ആണ് തന്നിരിക്കുന്നത്. സ്റ്റിക്കേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, റിയൽമി കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ വട്ടത്തിലുള്ള നമ്മുടെ സ്റ്റിക്കേഴ്സാണ്. കോക്കിൻ്റെ കപ്പും ബോട്ടിലും എല്ലാം ഉണ്ട്. ഓക്കെ, നൈസ്, നല്ല സ്റ്റിക്കേഴ്സാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിക്കേഴ്സാണ്. വീട് മൊത്തം ഒട്ടിച്ച് ലാവിഷ് ആക്കാം. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫോൺ. ഞാൻ പറഞ്ഞല്ലോ, ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നില്ല. മിക്കവാറും ഇനി എന്തെങ്കിലും ഒരു ഷോ കേസൊക്കെ പണിയുമ്പോൾ ഇതും, പിന്നെ നമ്മുടെ ഓപ്പോ Reno 8 Pro, പിന്നെ അതുപോലുള്ള കുറേ ഇങ്ങനെ കിടപ്പുണ്ട് കളക്റ്റബിൾസ് ഒക്കെ, അതൊക്കെ ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാം? ആ കാരണമാണ് ഈ ഒരു സ്പെഷ്യൽ കാർഡ്. ഈ കാർഡിൽ 3931 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫോൺ, ഇത് 3931 യൂണിറ്റ് ആണ്. റിയൽമി ആകെ മൊത്തം 6000 യൂണിറ്റ്സ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. സോ ഷോപ്പിൽ തീർന്നു പോയാൽ പിന്നെ തീർന്നു, ഒന്നോടെ വരാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കൊക്കക്കോള എഡിഷൻ ഫോൺ വാങ്ങിയത്. ബാക്കിലുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു റിയൽമി ഡെയർ ടു ലീപ്പ് ഓർമ്മ ഉണ്ടല്ലോ, ആ 2 ഹാഫ് ഇവിടെ ഷൈനി സിൽവർ കളറായിരുന്നു, റൈറ്റ് സൈഡിലായിരുന്നു ആ ഒരു റിയൽമി ഡെയർ ടു ലീപ്പിൻ്റെ സാധനം. ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. പക്ഷേ ഇത്തവണ നമ്മുടെ കൊക്കക്കോളയുടെ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു കളർ കോമ്പിനേഷനാണ്. കൊക്കക്കോളയുടെ ബ്രാൻഡിങ് ഇവിടെ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈവൻ ഫ്രെയിമും ബ്ലാക്ക് ആണ്, ബ്ലാക്ക് ഫ്രെയിമിലാണ് വരുന്നത്. ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ക്യാമറ മോഡൽ അല്ലെങ്കിൽ ക്യാമറ ലെൻസ്, അതിൻ്റെ ചുറ്റും ഒരു റെഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ തന്നെയാണ്. പക്ഷേ ചില കംപ്ലയിൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു നമ്പർ കണ്ടോ, 3931, ഈ നമ്പർ ഇവിടെ കൊടുക്കാതെ ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു. കാരണം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു വേരിയൻറ്റ് 128GB ആണ്. ഓക്കെ, ഹയർ വേരിയൻറ്റിൽ മാത്രമേ ഈ കൊക്കക്കോള എഡിഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ അതിനേക്കാളും 1000 rupees കൂടുതലാണ്. സോ സെയിം പ്രൈസിലല്ല കിട്ടുന്നത്. റിയൽമി 10 Pro 5Gയുടെ 8GB 128GB പ്രൈസാണ് 19,999. ഇതിൻ്റെ പ്രൈസാണ് 20,999. സോ ഞാൻ ആ ഒരു എക്സ്ട്രാ പൈസ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയാൽ കുറച്ചും കൂടെ ഒരു ഗുമ്മുണ്ടല്ലോ. ഇനി ഞാൻ ഈ സാധനം കൊണ്ട് നടക്കേണ്ടി വരും. സെക്കൻഡ് ആണ് നമ്മുടെ റിയൽമിയുടെ പൂച്ച ഉണ്ടല്ലോ, റിയൽമി അതിൻ്റെ ബൊമ്മയൊന്നും ഇതിൻ്റെ കൂടെ വരുന്നില്ല. റിയൽമി റിവ്യൂസിന് അയച്ചു കൊടുത്ത സ്പെഷ്യൽ യൂണിറ്റിൽ മാത്രമേ ആ സാധനം വരുന്നുള്ളൂ. അത് ആക്ച്വലി എല്ലാ സ്പെഷ്യൽ എഡിഷൻ ഫോണിൻ്റെ കൂടെ കൊടുക്കേണ്ടതായിരുന്നു നിർബന്ധമായിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓപ്പോ Reno 8 Pro അതിൻ്റെ ആര് വാങ്ങിയാലും എല്ലാവർക്കും ആ ഒരു മുട്ടയും പിന്നെ ആ സ്ക്രോളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ആ സ്പെഷ്യൽ പാക്കേജിങ് കിട്ടുമെന്നാണ്, പക്ഷേ നോ, എല്ലാവർക്കും ഈ പാക്കേജിങ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ആ ഒരു റിയൽമിയുടെ ബൊമ്മയുണ്ടല്ലോ, അതിനുവേണ്ടി കൂടിയാണ് ആക്ച്വലി ഈ സാധനം വാങ്ങിയത്. പക്ഷേ അത് കിട്ടുന്നില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു നിരാശ. അതുകൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ ഒരു കാര്യം എന്തായാലും റിയൽമി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ UI ഉണ്ടല്ലോ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന റിയൽമി UI, അത് സ്പെഷ്യൽ കൊക്കക്കോള എഡിഷൻ ആണ്. ദാറ്റ് ഈസ് റിയലി നൈസ്. കാരണം പല ബ്രാൻഡുകളും, ഫോർ എക്സാമ്പിൾ ഓപ്പോ Reno 8 Pro, അതിൻ്റെ കൂടെ കിട്ടുന്ന ഐറ്റം ഒക്കെ അടിപൊളിയാണെങ്കിലും ഫോൺ ഈസ് എക്സാക്ട്ലി സെയിം.
സ്പെഷ്യലായിട്ട് ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ അകത്ത്. സെയിം ഓപ്പോറിന് 8 Pro ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ കൊക്കക്കോള തീം റിയൽമി ഇട്ട് തന്നിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പെട്ടെന്ന് ആ ഒരു തീം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആണ് വെതർ ആപ്ലിക്കേഷൻ. വെതർ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ നമ്മുടെ കൊക്കക്കോളയുടെ ഷെയ്ഡിലുള്ള ആ റെഡ് കളറിലുള്ള ഒരു അംബ്രല, ഒരു കുടയുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്നുണ്ട്. നൈസ്. നെക്സ്റ്റ് ആണ് മൈ ഫയൽസ് ആപ്ലിക്കേഷൻ. അതിൻ്റെ ഐക്കണിൽ എനിക്ക് തോന്നുന്നു ടിഷ്യൂ ബോക്സ് ആണെന്ന് തോന്നുന്നു. കൊക്കക്കോള ബ്രാൻഡഡ് ടിഷ്യൂ ബോക്സ് വരുന്നുണ്ട്. തീം സ്റ്റോറിൻ്റെ ഐക്കണിൽ റെഡ് കളറിൻ്റെ പെയിൻറ് ക്യാൻ ഉണ്ട്. ആപ്പ് മാർക്കറ്റ് ഉണ്ട് കിട്ടും, അതായത് റെക്കമെൻഡേഷൻസ് ഒക്കെ തരുന്ന ആ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. എനിവേ അതിൻ്റെ ഐക്കണിൽ നമ്മുടെ കൊക്കക്കോള ബ്രാൻഡഡ് മിനി ബാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൺ മാനേജറിൽ ഷീൽഡിൻ്റെ ഒരു സാധനമുണ്ട്. പിന്നെ ഓരോ ഐക്കണിൻ്റെ ചുറ്റും ഒരു ഫ്രെയിം അവർ കൊടുത്തിട്ടുണ്ട്, സർക്കുലർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസിൽ റെഡ് ഉണ്ട്, അതായത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ, ആപ്പിൻ്റെ മുകളിൽ കാണിക്കുന്ന നോട്ടിഫിക്കേഷൻസ്, അതിലും റെഡ് ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഒരു റെഡ് ബ്ലാക്ക് ഫീൽ ഇവിടെ എന്തായാലും കിട്ടുന്നുണ്ട്. ഈവൻ ഫോണിൻ്റെ വാൾപേപ്പറും ആ ഒരു കൊക്കക്കോളയുടെ ബബിൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ലോക്ക് സ്ക്രീനിൽ ഈ കൊക്കക്കോള ബ്രാൻഡിംഗ് ഉള്ള റിയൽമി സംഭവമൊക്കെ ഉണ്ട്. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻസും പിന്നെ റിംഗർ സൗണ്ട് ഉണ്ടല്ലോ, യെസ്, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, റിംഗ് ടോൺ. ഇത് കോപ്പിറൈറ്റ് അടിക്കുമോ? ഇല്ലായിരിക്കും. എനിവേ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. കോക്ക് ഒഫീഷ്യൽ മ്യൂസിക്. നെക്സ്റ്റ് ആണ് നോട്ടിഫിക്കേഷൻ സൗണ്ട്. സോ അതിൽ സെയിം ആ ട്യൂണിലൂടെയും വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസിൽ വരുന്നുണ്ട്. ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട്, അത് ഒഴിക്കുമ്പോൾ വരുന്ന സൗണ്ട്. സോ എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു അടപ്പ് തുറക്കുന്ന സൗണ്ട് അതിവിടെയും വരുന്നുണ്ട്. പിന്നെ ക്യാമറ UI സ്ട്രീറ്റ് മോഡ് ഉണ്ടല്ലോ, സ്ട്രീറ്റ് മോഡിൽ അവിടെ ഒരു സ്പെഷ്യൽ ഫിൽറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു 80s കോള ഫിൽറ്റർ. റെട്രോ ലുക്കാണ് തരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ആക്ച്വലി ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണിൻ്റെ ഒരു ലുക്കും ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗുഡ് ജോബ്. പിന്നെ ഈ ഫോൺ നമ്മൾ ഓൾറെഡി അൺബോക്സും പിന്നെ ഡീറ്റെയിൽഡ് അൺബോക്സിങ്, ക്യാമറ സാമ്പിൾസ്, പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും ഇവിടെ എല്ലാം കൂടെ ഒന്നും ആവർത്തിക്കുന്നില്ല, ബോറടിക്കും. ഓക്കെ, വീണ്ടും ആവർത്തിക്കുന്നില്ല. സ്പെസിഫിക്കേഷൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. 6.72 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ഉണ്ട് വിത്ത് റിയൽമി UI 4.0. പിന്നെ നമ്മൾ ഓൾറെഡി റിയൽമി 10 Proയിലും 10 Pro Plusലും കണ്ട ആ ഒരു ആഡ്സും ബ്ലോട്ട്വെയർസും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെയും വന്നിട്ടുണ്ട്. സോ സ്പെഷ്യൽ എഡിഷൻ ഫോണാണ് എന്ന് കരുതി അതൊന്നും കാണില്ല എന്ന് വിചാരിക്കരുത്, എല്ലാം വരുന്നുണ്ട്. അത് എടുത്ത് മാറ്റേണ്ടതായിരുന്നു, സ്പെഷ്യലി ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോണിലെങ്കിലും. പക്ഷേ എനിവേ അതെല്ലാം വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ഉണ്ടല്ലോ, 20,000 താഴെയുള്ള പ്രൈസ് സെഗ്മെന്റ്, ഈ പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് ദി ബെസ്റ്റ് ഫോൺസ് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വ്യൂ പ്രൊഡക്ട്സിന്റെ സെഗ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിന്റെ ബട്ടൺ ഉണ്ട്, അതിന്റെ മേളിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ റിയൽമി 10 Pro 5G, പിന്നെ ഇതിന്റെ ചേട്ടൻ റിയൽമി 10 Pro Plus 5Gയുടെ അൺബോക്സിംഗ് ആണ് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക്സ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.